വചനമായി നിൽക്കുവാൻ കർത്താവിന്റെ വിജയഭാഗ്യത്തിനായി ഇവിടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവർക്ക് ശേഷം ദൈവസഭയിൽ നിങ്ങൾ അവസരം നേരായ ദൈവത്തെ അന്യദൈവത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കുറവുകൊണ്ടാണ് ഇങ്ങനെ നീക്കുവാൻ സാധിക്കാവുന്നത്. പലപ്പോഴും ജോലിയുടെ തിരക്കുകൾ, അതിൽ ബുദ്ധിമുട്ട്, ജോലിയിൽ പ്രഷർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് ധ്യാനിക്കുവാനൊന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ദൈവം സകലവും അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളായിരിക്കുന്നത്. സങ്കീർത്തനം 130 സങ്കീർത്തനം നമ്മൾ ഹെഡിങ്ങിൽ കാണുന്നു. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മനസ്സിലാക്കിയിട്ട് ആ ദൈവത്തിൻ്റെ 4 സ്വഭാവങ്ങളെ അവിടെ വരച്ച് കാട്ടുകയാണ് ഈ 130 സങ്കീർത്തനങ്ങളിലൂടെ. ദൈവത്തിൻ്റെ 4 ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരച്ച് കാട്ടുന്നു. ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. സർവജ്ഞാനിയായ ദൈവമാണെന്ന് നമുക്ക് 1 മുതൽ 6-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത് സർവസാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം, സർവസാന്നിധ്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. മൂന്നാമത്തെ ക്യാരക്ടർ ഇവിടെ പറയുന്നത് സർവശക്തിമാനായ ദൈവമാണ് നമ്മുടെ ദൈവം. 4-ാമത്തെ ക്യാരക്ടർ സർവാധികാരം, ദൈവത്തിൻ്റെ സർവ അധികാരവും ഉള്ള ദൈവമാണ് ഇതിനകത്ത് നമുക്ക് ഈ സങ്കീർത്തനോടുകൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സർവജ്ഞാനിയായ ദൈവമാണ്. നമുക്ക് ആദ്യത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാം, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. നമ്മുടെ നിരൂപണങ്ങളെയും നമ്മുടെ ചിന്തനങ്ങളെയും നമ്മുടെ ദൈവം അറിയുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നു, എന്നാൽ നമ്മുടെ മനസ്സ് ഇപ്പോൾ എവിടെയാണെന്ന് നമ്മൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. നമുക്ക് മാത്രമല്ല, എന്നാൽ ദൈവം അറിയുന്നുണ്ട്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ് ദൈവം. നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ചിന്തകളെയും നമ്മുടെ നിലവുകളെയും നമ്മൾ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ പക്കലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളെപ്പോഴും ആ ബോധ്യം നമ്മൾ ഭരിക്കുകയാണെങ്കിൽ ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നവരായിരിക്കും. എന്നാൽ ദൈവത്തിനെ ഈ ദിവസങ്ങളിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിനെ ഭയമില്ലാതെ, എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ദൈവത്തിനെ ഭയമില്ലാതെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിട്ട് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഈ ദൈവത്തിനോട് ഭയമില്ലാതാണ്. എന്നാൽ ദൈവം നമ്മുടെ നിലവുകളെയും നമ്മുടെ ഹൃദയങ്ങളെയും അറിയുന്ന ഒരു ദൈവത്തിൻ്റെ പക്കലാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, നമ്മൾ ആ ബോധ്യത്തോടു കൂടെ ആയിരിക്കുന്നെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ പാപത്തിൽ വീഴുവാൻ ഒരിക്കലും നമ്മൾ ഇടയാകുകയില്ല. ആ ദൈവസന്നിധിയിലായിരിക്കുന്ന ഉത്തമ ബോധ്യം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നമ്മുടെ ദൈവത്തിൻ്റെ ആ സർവജ്ഞാനം, സർവജ്ഞാനിയായ ഒരു ദൈവത്തിൻ്റെ പക്കലാണ് നമ്മൾ ആയിരിക്കുന്നത്. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴിയൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നമ്മുടെ വഴികൾ, നമ്മൾ നടക്കുന്ന പാതകൾ, നമ്മൾ നിരൂപിക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ചിന്തകൾ ഒക്കെ ദൈവം അറിയുന്ന ഒരു ദൈവമാണ്. നമ്മൾ ഏത് വഴിയിൽ കൂടെ നടന്നാലും അത് ദൈവം അറിയുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു ഓഫീസിലൊരു വിഷയമുണ്ടായി. എൻ്റെ വണ്ടി ഒരു കോർഡിനേറ്റർ അല്ല, ഡ്രൈവറാണ്. അവനെ എടുത്തുകൊണ്ട് പോയിട്ട് വേറെ പിന്നെ അഹൂബിൽ ഒരു ആളെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് സൗദിയാണ് കൊണ്ടുപോയത്. സൗദി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ട് അവൻ്റെ കീ അവൻ്റെ കൊടുത്തു. എൻ്റെ കീ അവൻ്റെ കൊടുത്തു. എൻ്റെ മുമ്പിൽ വെച്ചാണ്, ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വെച്ചാണ് കീ കൊടുത്തത്. അവ പറഞ്ഞു എൻ്റെ തരാൻ വേണ്ടിയിട്ട്. പക്ഷേ സൗദി അവൻ്റെ തന്നെ കൊടുത്തത് ഞാൻ കണ്ടതാണ്. കാരണം അവനെൻ്റെ പോക്കറ്റ് വെക്കുന്നത് ഞാൻ കണ്ടതാണ്. എന്നിട്ട് പോകാൻ നേരം എന്നിട്ട് ഒരു 4 മണിയായപ്പം ഇപ്പം പറഞ്ഞു, എനിക്ക് എൻ്റെ വണ്ടിയില്ല, നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ പറഞ്ഞു ഞാൻ ലേറ്റാവും, ചിലപ്പോൾ 5-6 മണിയൊക്കെ ആവും, നീക്ക് പോകണമെങ്കിൽ നീ വേറെ ഏതെങ്കിലും വണ്ടി പോയിക്കോളാം പറഞ്ഞു. അത് പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മനസ്സിലായത് പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ 5:30 ആയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 5:30 ആകുമ്പോൾ പോവാം. അങ്ങനെ 5:30 ആയപ്പോൾ പോകാനുള്ള റെഡിയായി. അങ്ങനെ വെളിയിൽ വന്ന് ഞാൻ വണ്ടി കയറിയിരുന്നു. അവൻ വണ്ടി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു. വന്നിട്ട് എൻ്റെ അടുത്ത് കീ ചോദിച്ചു. ഞാൻ പറഞ്ഞു കീ നിൻ്റെ തന്നെ ഇല്ലേ? ഓക്കെ എൻ്റെ കയ്യിലുണ്ട് കീ. അവൻ ബീഹാറിയാണ്. എൻ്റെ കയ്യിലുണ്ട് കീ, ഞാൻ ഓഫീസിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് ചാടിപ്പോയി ഓഫീസിൽ പോയി കീ നോക്കുകയാണ്. ടേബിളെല്ലാം അവിടെ എല്ലാം നോക്കുകയാണ്. പിന്നെ ഞങ്ങൾ 5:30 മുതൽ ഒരു 7 മണി വരെ മൊത്തം തിരഞ്ഞു, കീ കണ്ടിട്ടില്ല. അവൻ എൻ്റെ മുമ്പിൽ വെച്ച് അവൻ്റെ മേട് തൊട്ട് താഴെ വരെ എല്ലാം കുടഞ്ഞ് മൊത്തത്തിൽ നോക്കിയിട്ടും കീ കണ്ടില്ല. ആ ഓഫീസ് മൊത്തം തിരക്കി, അവിടെ ബാത്റൂം തിരക്കി, അവൻ പോയ സ്ഥലങ്ങളിലെല്ലാം അവിടെ
മൊത്തം തിരക്കിയിട്ട് 7:30 വരെ കീ കണ്ടിട്ടില്ല. അങ്ങനെ അവൻ പറഞ്ഞു കീ എങ്ങനെ പോയെന്ന് അറിയില്ല, എവിടെ പോയെന്ന് അറിയിക്കില്ല. അങ്ങനെ അവിടെ മൊത്തം തിരക്കിയിട്ട് കണ്ടില്ല. അവൻ പിന്നെ ക്യാമ്പിൽ നിന്ന് വരെ വണ്ടി വിളിച്ചു, അവിടെ വന്നു. അങ്ങനെ 8 മണിയാകുമ്പോൾ വന്നു. പിന്നെ അവൾ തിരിച്ചു അവിടെ ഏകദേശം ക്യാമ്പ് ഓഫീസ് ഏകദേശം 45-50 മിനിറ്റുണ്ട്. അങ്ങനെ പോയി അവിടെ റൂമിൽ ചെന്നപ്പോൾ 8:09. ഞാൻ എൻ്റെ മനസ്സ് വളരെ എനിക്ക് ദൈവഭക്തന്മാർക്ക് ദൈവം ഓരോ വെളിപ്പാടുകൾ കൊടുക്കും. അങ്ങനല്ല പറയുന്നത് നമ്മൾ. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം എനിക്ക് അന്നേരം എൻ്റെ മനസ്സിലുണ്ട് ഇവൻ്റെ ഇതാണ്. കാരണം വെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞത് ഇവന് ഇഷ്ടപ്പെട്ടില്ല, നിന്നെ വേറെ ഏതെങ്കിലും വണ്ടിയിൽ പോകുമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവൻ എടുത്ത് മാറ്റി വെച്ചാൽ എനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു. എന്നാലും ഞാൻ വിചാരിച്ചെങ്കിൽ പോയതായിരിക്കും. അങ്ങനെ വന്നു. രാത്രി ഞാൻ ഇൻഫോം ചെയ്തു, നമ്മുടെ കോർഡിനേറ്ററെ മേളിലുള്ള ആളെ ഇൻഫോം ചെയ്തു. കുഴപ്പമില്ല, രാവിലെ നോക്കി നിങ്ങളുടെ അവിടെ ആരെങ്കിലും മിസ്റ്റേക്കായിട്ട് ആരെങ്കിലും. ഞങ്ങളവിടെ അന്ന് തന്നെ രാത്രിയിൽ ഒരുപാട് പേരെ വിളിച്ച് ചോദിച്ചു. 10-15 പേരെ വിളിച്ച് ചോദിച്ചു. എൻ്റെ ഓഫീസിൽ വന്ന ആൾക്കാരെ മൊത്തം വിളിച്ച് ചോദിച്ചു. ആൾക്കാരെ മൊത്തം വിളിച്ച് ചോദിച്ചു. അവരവരുടെ കയ്യിലൊന്നും കീ ഇല്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ വേറെ വണ്ടി തന്നെ ഓഫീസിൽ വന്നു. അവിടെ മൊത്തം പിന്നെയും രാവിലെ ഓഫീസിൽ തിരഞ്ഞു. അന്നേരം കോർഡിനേറ്റർ വേറെ മേളിലുള്ള ആൾ പറഞ്ഞു കീ കിട്ടിയില്ലെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, പക്ഷേ ആരാണ് റെസ്പോൺസിബിലിറ്റി അവരുടെ സാലറി കട്ടിങ് ചെയ്യും. എൻ്റെ 1,500 ആണ് എൻ്റെ കീക്ക് വരുന്നത്. കീ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൻ ഭയന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം എൻ്റെ ഓഫീസ് റൂമിൽ വെച്ച് തന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പം അയ്യോ എൻ്റെ പോക്കറ്റിൽ കീ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന് രാത്രി എന്താ ഉപയോഗിച്ച് മേളിലോട്ട് ഷർട്ട് കുടഞ്ഞു, പാൻറ്റ് കുടഞ്ഞു, മൊത്തത്തിൽ കുടഞ്ഞ വ്യക്തിയാണ്. രാവിലെ പറയുന്നത് എൻ്റെ പോക്കറ്റിൽ കീ ഇരിക്കുന്നത്. എൻ്റെ പാസ്പോർട്ട് മീൻസ് സെറ്റിയുടെ പാസ്പോർട്ടുണ്ട്, അതിനകത്ത് കയറിയിരുന്നു. ഇത്രയും വിലയൊരു കീ എങ്ങനെയകത്ത് കയറിയിരിക്കും? അത് മനഃപൂർവ്വം ചെയ്തതാണ്. അത് എനിക്ക് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കീ അത് രാവിലെ തിരിച്ച് കിട്ടി. ദൈവത്തിൻ്റെ കൃപയാൽ കുഴപ്പമൊന്നുമില്ലാതെ കീ തിരിച്ച് കിട്ടി. അത് യഥാർത്ഥത്തിൽ അവൻ മനഃപൂർവ്വം ചെയ്തതാണ്. ഞാൻ അവൻ്റെ അടുത്ത് ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, സകലവും അറിയുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ മനസ്സുകളെയും നമ്മുടെ ഹൃദയങ്ങളെയും. നീ എന്താണ് എന്തിനു വേണ്ടി ഇത് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ പറഞ്ഞല്ലല്ലോ ഞാനത് മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല, അത് എങ്ങനെ പോക്കറ്റിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു നീ 5 നേരം അല്ല 10 നേരം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവന് ഇതാണ് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നീ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് നീ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് മേളിൽ ഒരാൾ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയം വരും. ഇതാണ് ദൈവത്തിൻ്റെ സർവ്വജ്ഞാനിയായ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ കഴിയും. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു വാക്കാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു. ഞാൻ വിളിക്കുന്ന ദൈവം സർവ്വജ്ഞാനിയായ ഒരു ദൈവമാണ്, സകലവും അറിയുന്ന ഒരു ദൈവമാണ്. അത് മറുപടി തന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾക്ക് എതിരായി ആരും നമ്മുടെ നിന്നാലും നമ്മുടെ ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരും. അത് നമ്മുടെ ദൈവം സർവ്വജ്ഞാനിയായ ദൈവമാണ്. അത് അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ അവൻ എൻ്റെ അടുത്ത് അവസാനം സോറി പറഞ്ഞു. അവൻ പറഞ്ഞു സോറി ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെ ആ ഒരു വാക്കിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു നീ വിളിക്കുന്ന ദൈവം, ഞാൻ വിളിക്കുന്ന ദൈവം സർവശക്തിമാനായ സർവ്വജ്ഞാനിയായ ദൈവമാണെന്ന് അവൻ്റെ അടുത്ത് പറയുവാനിടയായി. അത് അവൻ്റെ അടുത്ത് പിന്നെ എൻ്റെ രഹസ്യമായിട്ട് അവൻ എൻ്റെ അടുത്ത് വന്ന് സോറി പറയാനിടയായി. ഇങ്ങനെ ആയതുകൊണ്ട് ആ നിമിഷത്തിൽ ഞാൻ പറഞ്ഞു നീ എത്ര പേരെ വിഷമിപ്പിച്ചു, എത്ര പേരെ നമ്മൾ ഇൻഫോം ചെയ്തു, എത്ര പേരുടെ അടുത്ത് ചോദിച്ചു. അവിടുന്ന് ക്യാമ്പിൽ നിന്ന് വണ്ടി വിളിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടുന്ന് വണ്ടിയുടെ കീ കയ്യിലിരിക്കുമ്പോൾ അവിടുന്ന് ക്യാമ്പിൽ നിന്ന് വണ്ടി ഇവിടെ ഓഫീസിൽ വന്ന് ഞങ്ങളെ എടുത്തുകൊണ്ട് ഇവിടെ 3 പേരുണ്ടായിരുന്നു. 3 പേരെ എടുത്തുകൊണ്ട് ക്യാമ്പിൽ പോയി. ഒരവസ്ഥ എന്നല്ല, അവൻ്റെ മനസ്സിൻ്റെ ആ ഒരു ഇതാണ് മനസ്സിലായൊരു മെൻറ്റാലിറ്റിയാണ് ഇവിടുന്ന് മനസ്സിലാക്കിയത്. ഞാൻ അവൻ്റെ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ദൈവം സ്ഥലവും അറിയുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നീ ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി നിനക്കത് ഫീൽ ചെയ്യാൻ കഴിയാവുന്നു എവിടെയെങ്കിലും. അത് അവന് മനസ്സിലാക്കി കൊടുക്കുക. ഞാനിത് പറഞ്ഞതിൻ്റെ സാരി എന്ന് പറയുന്നത് നമ്മുടെ ദൈവം സർവ്വജ്ഞാനിയായ, സർവവും അറിയുന്ന, നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും നമ്മൾ നടക്കും കിടക്കും എല്ലാം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ പക്കലാണ്
നമ്മൾ ആയിരിക്കുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ മുമ്പിൽ നമുക്ക് കള്ളം പറയാൻ കഴിയും, നമ്മുടെ സഹോദരന്മാരുടെ മുമ്പിൽ നമ്മൾക്ക് കള്ളം പറയാൻ കഴിയും. നമ്മളിന്ന് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കള്ളങ്ങളും പറയാം. എന്താ പറയുക, ഫോൺ എടുക്കാമെന്ന് പറഞ്ഞ് പല കള്ളങ്ങളും പറയും. പക്ഷേ എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരിക്കലും മറയ്ക്കുവാൻ കഴിയില്ല. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് മറയ്ക്കുവാൻ കഴിയില്ല, നമ്മുടെ ചിന്തകളെ നമുക്ക് മറയ്ക്കുവാൻ കഴിയില്ല. അതാണ് ദാവീദ് തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞത്. ആ ഒരു സത്യം നമുക്ക് വെളിപ്പെടുത്തി. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരുവാനിടയാണ്. നമ്മുടെ വഴിയൊക്കെയും നിനക്ക് എൻ്റെ വഴിയൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നമ്മൾ പോകുന്ന വഴികളും നമ്മൾ സഞ്ചരിക്കുന്ന പാതകളും ഏത് പാതയിലൂടെയാണ് നമ്മൾ ലോകത്തിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഏത് പാതയിൽ കൂടെയാണ് നടക്കുന്നത്? നല്ല വഴിയിൽ കൂടെയാണ് നടക്കുന്നത്, അതോ ചീത്ത വഴിയിൽ കൂടെയാണ് നടക്കുന്നത്? ഇന്നത്തെ കാലത്ത് നമ്മുടെ കൂടെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും നമുക്ക് ചിന്തിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയിൽ നടക്കുന്ന നടപ്പിൽ എത്രയോ ആക്സിഡൻ്റ് ഉണ്ട്, മൊബൈൽ കണ്ടുകൊണ്ട് തന്നെ നടക്കുന്നു. കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നു, ഇരിക്കുമ്പോൾ നമ്മൾ 4-5 പേര് കൂടിയിരിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ഇതാണ് പറയുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. ഒരു 4-5 പേര് സംസാരിക്കുമ്പോൾ ഒരാൾ മൊബൈൽ കാണുന്നു, അടുത്ത 2 പേര് സംസാരിക്കുന്നു. നല്ല നമ്മൾ 4 പേരിരിക്കുമ്പോൾ അത് നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, അല്ല നമ്മൾ ആരുടെ കൂടെ ആയിരിക്കും, നമ്മൾ അത് റെസ്പെക്റ്റ്, അത് കോമൺ ഉള്ള കാര്യമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ അതൊക്കെ വിട്ട് ആ ഒരു കാലം മാറി. ഇന്നത്തെ ലോകം മൊബൈലിൻ്റെ പുറയാണ്. മൊബൈലിനകത്തുള്ള അത് മാത്രം മതി, അതിനുള്ള ടൈം പാസ് മതി, വേറെ ഒന്നും വേണ്ട, പ്രാർത്ഥനാ ജീവിതമില്ല, ഒന്നുമില്ല. ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ സഭകൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അത് നോക്കി മാറി. നമ്മൾ എന്താണ് ചെയ്യുന്നത് ദൈവം അറിയുന്നു. നമ്മൾ ദൈവസേനയിൽ വേറെ മനുഷ്യൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട അവസ്ഥയില്ല. ദൈവസേനയിൽ നമ്മൾ ഓരോരുത്തരും കണക്ക് ബോധിപ്പിക്കണം. ഈവൻ നമ്മുടെ കൂടെയുള്ള ഭാര്യയോ നമ്മുടെ കൂടെയുള്ള ഭർത്താവോ നമ്മുടെ മക്കളോ നമ്മളെ തിരിച്ച് നമ്മൾ അറിഞ്ഞില്ലെന്ന് വരാം, നമ്മുടെ അമ്മയോ നമ്മുടെ അപ്പനോ അറിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ എന്നാൽ ദൈവസേനയിൽ നമ്മുടെ ഹൃദയങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം, സർവജ്ഞാനിയായ ദൈവം എന്നാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്ന, യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല, നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എന്നെ വെച്ചിരിക്കുന്നു. ഒരു ദൈവം അറിയാതെ ദൈവം നമ്മുടെ നാവിൽ നിന്നും ഒരു വാക്ക്, നമ്മുടെ നാവിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കുകയാണ്. നമ്മുടെ നാവെന്ന് പറയുന്നത് കത്തിക്കുന്ന തീയാണ്. അത് ഒരു വാക്ക് നമ്മൾ ഒരു വ്യക്തിയെടുത്ത് പറഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ചെടുക്കുവാൻ കഴിയില്ല. അത് ആ വ്യക്തിക്ക് എന്തെങ്കിലും അത് മനസ്സിന് പ്രയാസമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ബാധിക്കുന്നത്. നമ്മൾ ദൈവസേനയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു സഹോദരനോടോ സഹോദരിയോടോ നമ്മൾ അറിയാതെ ഒരുപക്ഷെ നമ്മുടെ അന്നേരത്തെ ഒരു ദേഷ്യത്തിൽ നമ്മൾ പറഞ്ഞായിരിക്കും. പക്ഷേ നമ്മുടെ ദൈവസേനയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കണം. നമ്മുടെ നാവിനെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് ദൈവസേന എന്ന് വെച്ചാൽ നമ്മളത് ദൈവം സർവജ്ഞാനിയായ ദൈവം സകലവും അറിയുന്ന ഒരു ദൈവത്തിൻ്റെ പക്കലാണ് നമ്മളായിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മളെ ഭരിക്കുന്നത്. നമ്മൾ ഇതൊന്നും ചെയ്യുവാൻ ഇടയാകില്ല. അടുത്തത് ദൈവത്തിൻ്റെ സർവ സാന്നിധ്യം ത്തെക്കുറിച്ചാണ്. 7-ാമത്തെ വാക്യം നാം കാണുന്നു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും. ദൈവത്തിൻ്റെ ആത്മാവിനെ ഒളിച്ച് നമ്മൾ എവിടെയാണ് പോകുന്നത്? ഒരിക്കലും നമുക്ക് എവിടെ ഓടി ഒളിക്കുവാൻ കഴിയില്ല. നമ്മൾ എവിടെ ചെന്നാലും അവിടെ കാണുന്നു, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്, പാതാളത്തിൽ നിന്ന് കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. നമ്മൾ എവിടെ പോയാൽ നമ്മൾ എവിടെയാണ്? ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തെ ഒളിച്ച് ഓടുവാൻ നമുക്ക് കഴിയുമോ? എവിടെ ഓടിയാൽ എവിടെ വരെ ഓടും? ഒരിക്കലും നമുക്ക് ദൈവസന്നിധിയിൽ വിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിച്ച് നമുക്ക് എങ്ങും പോകുവാൻ സാധിക്കുകയില്ല എന്ന് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുന്നു. അടുത്തത് ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. സമുദ്രത്തിൻ്റെ അറ്റത്ത് നിന്ന് പാർത്താൽ അവിടെ നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കை എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ദൈവത്തിൻ്റെ ഇരുട്ടും വെളിച്ചവും എല്ലാം ഒരുപോലെയാണ്. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ പവറിനെ കുറിച്ചാണ് നമുക്ക് അറിയാം. നമ്മളെ ദൈവമക്കളെ ഓരോരുത്തരും ദൈവത്തിൻ്റെ പവർ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞ വ്യക്തികളാണ്. ദൈവത്തിന് ഇപ്പം പകൽ നമ്മൾ തോന്നുന്നു, പകലാണോ? ദൈവം പറയുകയാണ് രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ
അത് രാത്രിയായി തീരും. അത്രമാത്രം ദൈവത്തിൻ്റെ പവർ, ദൈവത്തിൻ്റെ ആ ഒരു ശക്തി, ദൈവത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. ആ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ അകന്നു മാറുവാനോ ഒരിക്കലും നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആ പാതയിൽ ജീവിക്കുവാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവുകയില്ല. ദൈവത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നവരായിരിക്കണം എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അടുത്ത ദൈവത്തിൻ്റെ സർവ്വ അധികാരത്തെക്കുറിച്ചാണ് നമുക്കവിടെ അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് 13-ാമത്തെ വാക്യം വായിക്കാം. നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. 14 ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അത് നമുക്കവിടെ കാണുന്നു, അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നമ്മൾക്ക് ഓരോരുത്തരും നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തിൽ, നമ്മുടെ ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ്. ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതം വെച്ച് പറയുകയാണ്, ഞാൻ ഒരിക്കലും ഈ സൗദിയിലോ വരുമെന്നുള്ള ഒരിക്കലും ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോളേജിൽ ചൈൽഡ്ഹുഡിൽ എൻ്റെ പിതാവ് പറയാൻ, നീ ഒരു നിന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, നീ ഒരിക്കലും നിനക്ക് 1 രൂപ പോലും നിനക്ക് സമ്പാദിക്കുവാനോ ഒന്നും നിനക്ക് കഴിയുകയില്ല. എൻ്റെ പിതാവ്, ഈ ലോകത്തിൻ്റെ പിതാവ് എന്നോട് പറയുമായിരുന്നു. അന്നൊന്നും നമുക്ക് ഒരു ചിന്തയില്ലായിരുന്നു നമ്മൾ ഈ സൗദി വരുമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ ദൈവവാദമെടുത്തിൽ ഇങ്ങനെ ദൈവത്തിൽ വിശ്വാസത്തിൽ കടന്നു വരുമെന്നോ ഒരിക്കലും നമുക്ക് ചിന്ത. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് ആർക്കും കളക്കുവാനോ നമുക്ക് ചിന്തിക്കുവാനോ കഴിയില്ല. നമുക്കവിടെ 16-ന്റെ ലാസ്റ്റ് കാണുന്നല്ലേ, അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ, ഇതെല്ലാം നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അവനെ ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. നീ എന്തായിരിക്കണം, നീ എവിടെ പോകണം, നീ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ദൈവത്തിനൊരു കാഴ്ചപ്പാട്, അതെല്ലാം നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ആ പുസ്തകത്തിൽ എഴുതിയ പ്രകാരമാണ് നമുക്കവിടെ നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഈ സൗദി അറേബ്യ നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും ഇവിടെ സ്ഥിരമല്ല, ഈ വാസം നമുക്ക് സ്ഥിരമല്ല. നമ്മളെപ്പോഴും എല്ലാവരും നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ്. നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ്. എന്നാൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ നശിച്ചു പോകാൻ ഇടയാകും എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗം നിർമ്മിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൾ നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാടുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിലിരുന്നു. നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. ആ പദ്ധതി നിറവേറുവാൻ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് വഴുതി പോകുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹത്തിൻ്റെ പുറകെ ഓടി ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ആ ഒരു ലോകപ്രകാരം ജീവിക്കുന്നു. എന്നാൽ ദൈവത്തിന് വേണ്ടി നമ്മൾ എത്ര വില കൊടുക്കുന്നു, ഒരു ദിവസം നമ്മൾ ദൈവത്തിന് വേണ്ടി എത്ര വില കൊടുക്കുന്നു, ദൈവത്തിന് വേണ്ടി എത്ര പ്രവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ എത്ര പേര് ചെയ്യുന്നു, എത്ര ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ആവുന്നുണ്ടോ എന്ന് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കേണ്ട ദിവസങ്ങൾ അടുത്തിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ എത്ര അതിശയകരമായ അത്ഭുതകരമായി സൃഷ്ടിച്ച ആ ഒരു ദൈവത്തിൻ്റെ വിധങ്ങളെ ഓർത്താൽ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ദൈവത്തിൻ്റെ നാമം ഉയർത്തുന്നവരായിത്തീരണം. നമ്മളെ ദൈവം ഉയർത്തിയതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിത്തീരണം. ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിധികളെയും ചട്ടങ്ങളെയും പ്രമാണിച്ചുകൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും കാണുന്നു എന്നുള്ള ദൈവം നമ്മുടെ ഹൃദയങ്ങളെയും അന്തരങ്ങളെയും ചോദന ചെയ്യുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിധികളെയും ചട്ടങ്ങളെയും പ്രമാണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവഭയത്തോടുകൂടി ആയിരിക്കുന്നതിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കഴിയും എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ സങ്കീർത്തനത്തിലുടനീളം ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നമ്മൾ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുമെന്നാണ് നമുക്കിതിനകത്തൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ, ദൈവനാമത്തിനായി തീരുവാൻ നമ്മൾക്കൊരു ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷി ഞാൻ പറയാൻ, ഞാൻ
ഈ വരുന്ന ഫെബ്രുവരി 12-ാം തീയതി